പുണ്യ ശഅബാനിലെ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിലാണ് നമ്മളുള്ളത് അല്ലേ. ഇന്ന് വളരെ കുറച്ച് നിമിഷങ്ങൾ നിങ്ങളൊന്ന് മാറ്റിവെച്ചാൽ അത്ഭുതം നിറഞ്ഞൊരു ദിക്ർ 200 തവണ ചൊല്ലിയാൽ, 200 തവണ എന്ന് കേൾക്കുമ്പോൾ പേടിക്കൊന്നും വേണ്ട, 5 മിനിറ്റ് പോലും വേണ്ട അത് 200 തവണ ചൊല്ലാനായിട്ട്. അത്ഭുതം നിറഞ്ഞ ആ ദിക്ർ ചൊല്ലിയിട്ട് നിങ്ങൾ എന്ത് ചോദിച്ചാലും, ഇന്ന് മഗ്‌രിബിന് മുമ്പ് നിങ്ങൾ ചോദിച്ചാൽ അള്ളാഹു നിങ്ങൾക്കത് നടപ്പാക്കി തരും. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരില്ലേ, ഒരുപാട് സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്നവരില്ലേ, ഈ കമൻറ്റ് ബോക്സ് നിറയെ ദുആ വസിയ്യത്തുകളാണ്. ഈ ദുആ വസിയ്യത്തുകളൊക്കെ റബ്ബുൽ ആലമീനിലേക്ക് ഈ ദിക്ർ 200 തവണ ചൊല്ലിയിട്ട് നിങ്ങളൊന്ന് സമർപ്പിച്ച് നോക്കിക്കേ, ഇനി നിങ്ങൾ കരയേണ്ടി വരില്ല. അതിനോടൊപ്പം ചേർത്ത് പിടിക്കേണ്ട ചില ദുആകൾ കൂടെ ഉണ്ട്. എങ്ങനെ ചൊല്ലണം, എപ്പോൾ ചൊല്ലണം, കൃത്യമായി നമുക്ക് പഠിക്കാം കേട്ടോ. 11,000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞ് ചിരി വന്നോ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിവിശിഷ്ടമായ സന്തോഷം നിറഞ്ഞൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ ചേർത്ത് പിടിക്കുമാറാകട്ടെ. വെള്ളിയാഴ്ചയാണ് അല്ലേ? ഇത് ഏറ്റവും വലിയ പ്രത്യേകത എന്താ? അഷ്റഫുൽ ഹൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളിങ്ങനെ കാണുകയാണല്ലേ നമ്മുടെ സ്വലാത്ത്. ഈ സ്വബാഹുൽ ഖൈർ മുത്തുനബി ഒന്ന് നോക്കണ്ടേ, ഒന്ന് ചൊല്ലിക്കേ. അഹമ്മദുല്ലാഹൽ വലി സല്ലാ അലാ ഖൈരിൻ നബി ബിസ്മി ഖൈരിൻ മുൻജലിയ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് തൗബത്തൻ ത്വാലബതു മിൻക യാ ശഫീഅൽ മുദ്നിബി സൗബി ത്വഹിർ അൻ സിവാക സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണ് അല്ലേ, ശഅബാനിലെ വെള്ളിയാഴ്ച. ഇനി വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ റമദാനിലേക്ക്. റമദാൻ കിട്ടണമെങ്കിൽ ഈ ശഅബാൻ നമുക്ക് മേടിച്ചെടുക്കണം. ശഅബാൻ കിട്ടാതെ എങ്ങനെയാണ് റമദാൻ കിട്ടുക? മനസ്സറിഞ്ഞ് ചൊല്ലിക്കേ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ശഅബാനിലെ ബറക്കത്ത് അല്ലേ, അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ബറക്കത്താക്കപ്പെട്ട മാസം, ബറക്കത്താക്കപ്പെട്ട ദിവസം. ഇത് മനസ്സ് വെച്ചാൽ ഒരുപാട് നേരമൊന്നും വേണ്ട, കുറച്ച് നിമിഷങ്ങൾ മതി, കുറച്ച് മിനിറ്റുകൾ മതി. നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം അള്ളാഹിനോട് ചോദിക്കാൻ പറ്റിയ അത്ഭുതം നിറഞ്ഞ മനോഹരമായൊരു ദിക്റുണ്ട്. അള്ളാഹു നിങ്ങളുടെ ആഗ്രഹം എന്താണെങ്കിലും നടത്തിത്തരും. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച എന്ന് പറയുന്നത് സയ്യിദുൽ അയ്യാമാണ് അല്ലേ, ആഴ്ചകളുടെ ദിവസങ്ങളുടെ നേതാവാണ്. അപ്പോൾ നമ്മളിൽ നിന്ന് സംഭവിച്ചു പോയ അബദ്ധങ്ങളൊക്കെ, കൃത്യമായ അദബുകൾ ഈ വെള്ളിയാഴ്ച പാലിച്ചാൽ ഒരാഴ്ചത്തെ പാപങ്ങളൊക്കെ അള്ളാഹ് കഴുകിക്കളയും. അത്രമേൽ വലിയ മഹത്വമുള്ള, ഏറ്റവും വലിയ സ്ഥാനമുള്ളൊരു ദിവസമല്ലേ വെള്ളിയാഴ്ച എന്ന് പറയുന്നത്. അതിൽ തന്നെ ഉത്തരം കിട്ടുന്നൊരു സമയമുണ്ട്. എത്ര വെള്ളിയാഴ്ച ദിവസം, വെള്ളിയാഴ്ച ദിവസം ഒരു നിമിഷമുണ്ട്, ഒരു സമയമുണ്ട്. ആ സമയത്ത് എന്ത് ചോദിച്ചാലും അള്ളാഹു ഉത്തരം തരും. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചല്ലേ അത്. അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ പറഞ്ഞു അത് ജുമഅക്ക് മുമ്പാണ്, ചിലർ പറഞ്ഞു ജുമഅക്ക് ഇടയിലാണ്, ചിലർ അഭിപ്രായപ്പെട്ടു ജുമഅ കഴിഞ്ഞാണ്, ചിലർ പറഞ്ഞു അസ്ർ കഴിഞ്ഞാണ്. അപ്പോൾ ഈ സമയങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചിട്ട് അല്പനേരം അതിനു വേണ്ടിയിട്ട് നമ്മൾ തയ്യാറെടുത്താലോ അല്ലേ?
നമ്മളൊന്ന് തയ്യാറെടുത്തില്ലെങ്കിൽ ആ സമയമാവട്ടെ നോക്കാമെന്നും പറഞ്ഞിരുന്നാൽ ആ സമയത്ത് എന്തെങ്കിലും കാര്യങ്ങളിൽ ശൈത്താൻ നമ്മളെ കൊണ്ട് എൻഗേജ്ഡ് ആക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതിനായിട്ട് ഒരുങ്ങണം. എൻ്റെ റബ്ബിൽ നിന്ന് ഞാൻ വാങ്ങിയെടുക്കും, ഞാൻ ചോദിക്കും. ഇനി ഏറ്റവും അതിൽ നമുക്കൊരു സാധ്യത കൊടുക്കാൻ പറ്റിയ സമയത്തിൽപ്പെട്ടതാണ് ജുമാക്ക് മുമ്പ്. സഹോദരിമാരാണെങ്കിൽ ളുഹർ നിസ്കരിക്കുന്നതിന് മുമ്പ്, ളുഹറിന് മുമ്പായിക്കൊണ്ട് ഒന്ന് ഒളുവൊക്കെ എടുത്തിരുന്ന്, ഇനി നിസ്കാരമില്ലാത്ത സഹോദരിമാരാണെങ്കിൽ ഒളുവൊന്നും വേണ്ട, ഖൽബൊന്ന് അല്ലാഹുവിലേക്ക് തിരിച്ചു വെച്ചിട്ട് മനസ്സറിഞ്ഞ് ഒരു 200 തവണ യാ അല്ലാഹു യാ റഹ്മാൻ, യാ അല്ലാഹു യാ റഹ്മാൻ, യാ അല്ലാഹു യാ റഹ്മാൻ, യാ അല്ലാഹു യാ റഹ്മാൻ, റഹ്മാനായ പടച്ചോനൊന്ന് വിളിച്ചാൽ, അങ്ങനെ വിളിച്ചിട്ട് നിങ്ങളൊന്ന് ദുആ ചെയ്താൽ അള്ളാഹു നിങ്ങളുടെ ഏതാഗ്രഹവും സാധിപ്പിച്ചു തരും. അല്ലാഹ് കൈവിടൂലടോ, അല്ലാഹ് കൈവിടൂല. കാരണം അള്ളാഹിൻ്റെ റഹ്മത്ത് അത്രമേൽ വിശാലാണ്. പടച്ചോൻ കലമുണ്ടാക്കിയിട്ട് കലമ് കൊണ്ട് ആദ്യം എഴുതി വെച്ചത് തന്നെ എന്താ? അള്ളാഹിൻ്റെ കോപത്തെ അവൻ്റെ കാരുണ്യം മുൻകടന്നു എന്നാണ്. അത്രമേൽ വലിയ അത്ഭുതമല്ലേ അള്ളാഹിൻ്റെ കാരുണ്യം. ബിസ്മില്ലാഹിൽ അസീസുൽ ഗഫാർ എന്നൊക്കെ പടച്ചോന് വേണമെങ്കിൽ പറയായിരുന്നു അല്ലേ? പക്ഷെ അള്ളാഹ് അവിടെയും ചേർത്തത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഓ, അള്ളാഹിൻ്റെ കാരുണ്യം എത്രമേൽ വലുതാണ്. 70 ഉമ്മയുടെ സ്നേഹം എൻ്റെ റബ്ബിന് എന്നോടുണ്ട്. എൻ്റെ ഉമ്മാക്ക് എന്നോടുള്ളതിനേക്കാൾ 70 ഇരട്ടിയാണ് എൻ്റെ റബ്ബിന് എന്നോടുള്ളത്. യാ അല്ലാഹ്. ചില സഹോദരിമാരൊക്കെ സങ്കടം പറയാറുണ്ട്, ഉസ്താദേ എൻ്റെ റബ്ബ് എന്നെ ആകെ നിരാശപ്പെടുത്താണ്. എന്നെ പടച്ചോൻ എപ്പോഴും ഒറ്റക്കാക്കുകയാണെന്നാണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എന്തിനാണോ അല്ല ഒറ്റക്കാക്കണത്? ഞാൻ ചോദിക്കട്ടെ, എന്തിനാ അല്ല ഒറ്റക്കാക്കിയത്? എന്തിനാ നിന്നെ? നിനക്ക് തോന്നുകയാണ് നീ ഒറ്റക്കായിന്ന്, നിനക്ക് തോന്നുകയാണ് നീ ഒറ്റക്കായിന്ന്. നീ ഒറ്റക്കായിന്ന് വിചാരിക്കുന്നത് നിൻ്റെ മക്കളിൽ നിന്നോ ഭർത്താവിൽ നിന്നോ അല്ലെങ്കിൽ ഭാര്യയിൽ നിന്നോ മക്കളിൽ നിന്നോ ഒരു പ്രയാസം നേരിടുമ്പോഴല്ലേ കൂടുതലും. എന്നാൽ ഈ മക്കളെയും ഈ ഭർത്താവിനെയും വാപ്പാനെയും ഉമ്മാനെയും ഈ നാട്ടുകാരെയും ലോകത്തെ മുഴുവനും നിന്നെ തന്നെയും പടച്ച അള്ളാഹ് പറയുന്നത് എന്താ? നിന്നെ ഒറ്റക്കാക്കിയെന്നാണോ? ആണോ? ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്നാണ്, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്നാണ്. നബിയെ, എന്നെക്കുറിച്ച് ചോദിച്ചാൽ അങ്ങ് പറഞ്ഞു കൊടുക്കണം, ഞാൻ അവരുടെ അടുത്തുണ്ട്, ഞാൻ അവരുടെ അടുത്തുണ്ട്. അങ്ങനെ അടുത്തുള്ള റബ്ബ് നിന്നെ ഒറ്റക്കാക്കുമെന്ന് നീ എങ്ങനെ വിചാരിക്കണേ? നിനക്കൊരു തോന്നലുണ്ട്, നമുക്കൊരു തോന്നലുണ്ട് അള്ളാഹ് എന്നെ മറന്നു. അള്ളാഹ് മറന്നിട്ടുണ്ടോ? അള്ളാഹ് മറന്നിട്ടുണ്ട്. നിങ്ങൾ ഈ നെഞ്ചത്തേക്കൊന്ന് കൈവച്ചേ, വെച്ചോ. ഹൃദയത്തിൽ ഇടിക്കുന്ന സൗണ്ട്, ഹൃദയം ഇടിപ്പ് നിങ്ങൾക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ടോ? ശരിക്കൊന്നും ഫീൽ ചെയ്യണില്ല അല്ലേ? എന്നാലും ചിലർക്കെങ്കിലും ചെറുതായിട്ടെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ട്. ഇത്രയും നേരം അങ്ങനെ ഹൃദയം ഇടിക്കുന്നു എന്ന് നമ്മൾ ചിന്തിച്ചായിരുന്നോ? ഇല്ല, നമ്മൾ ചിന്തിച്ചിട്ടില്ല. നമ്മൾ ചിന്തിക്കാതെ നമ്മുടെ ഹൃദയത്തെ ഇങ്ങനെ ഇടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആരാ? ആരത്? അല്ലാഹ്. ആ അല്ലാഹ് നിന്നെ മറന്നു എന്നാണോ മോനെ നീ പറയണത്? ആ അല്ലാഹ് നിന്നെ മറന്നോ? ആണോ? ഇപ്പോൾ കണ്ണിങ്ങനെ ചിമ്മും നോക്കിയാൽ ഒരു മിനിറ്റിൽ എത്ര തവണ നമ്മൾ കണ്ണിങ്ങനെ അടക്കുന്നുണ്ട്. ഇപ്പോഴല്ലേ നീ കണ്ണടയ്ക്കുന്നതിനെ കുറിച്ച് ഓർത്തത്? ഈ കണ്ണിങ്ങനെ അടപ്പിക്കുന്ന അല്ലാഹ് പടച്ചോൻ നിന്നെ മറന്നു എന്ന് വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ ഉണ്ടോ? എത്ര വലിയ അബദ്ധമാണോ അത്? നിൻ്റെ ശരീരത്തിൽ ഇങ്ങനെ രക്തം ഓടിക്കൊണ്ടിരിക്കുന്നു, അതുപോലെ തന്നെ നിൻ്റെ ഉള്ളിൽ പല പ്രോസസ്സും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് അള്ളാഹ് അറിയാണ്ട് നടക്കുന്നു എന്നാണോ നിൻ്റെ ധാരണ? അല്ലല്ലോ, അള്ളാഹുവാണ് ഇതൊക്കെ നടത്തുന്നത്. ആ അള്ളാഹ് പിന്നെ നിന്നെ മറക്കണം എങ്ങനെയാണോ? ചിലർ പറയാം അള്ളാഹ് എന്നെ മറന്നു. അള്ളാഹ് മറക്കുമല്ലോ അവനെ. എന്നിട്ട് ഞാൻ ചോദിച്ചത് തരാത്ത എന്താ? ഞാൻ എന്തോരം കരഞ്ഞു അള്ളാഹിനോട്. അതിന് നമ്മൾ ഒരുപാട് ഉപമ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? ഉമ്മാനോട് തൊണ്ടവേദന പിടിച്ച് നിൽക്കുന്ന ഒരു കുഞ്ഞ് ഐസ്ക്രീം ചോദിച്ച ഉമ്മ എന്താ പറയുക? ഇപ്പം തരൂല കേട്ടോ, തരൂല. ഇപ്പം തരൂല. പക്ഷെ കുഞ്ഞ് മനസ്സിലാക്കണം എന്താ? എന്നും ഒറ്റക്കാക്കണതാണ്. അല്ലടാ, നിന്നെ ഒറ്റക്കാക്കിയതല്ല, നിൻ്റെ നന്മയ്ക്ക്. അത് മനസ്സിലാകണമെങ്കിൽ ആ ഒരു തലത്തിലേക്ക് നമ്മൾ എത്തണം. ചിലപ്പോൾ നമുക്ക് രോഗം തരും, അത് നമ്മുടെ ഗുണമാണ്, നമുക്ക് ഗുണത്തിനാണ്. പക്ഷെ അത് ഗുണത്തിനാണെന്ന് നമ്മൾ അറിയുന്നത് ചിലപ്പോൾ ആഖിറത്തിൽ ചെന്നിട്ടായിരിക്കും, അല്ലെങ്കിൽ കുറേ ഈമാനൊക്കെ കിട്ടിയതിന് ശേഷമായിരിക്കും. എൻ്റെ റബ്ബ് അവൻ റബ്ബാണ്, എനിക്ക് ഗുണമില്ലാത്തതൊന്നും എൻ്റെ നാഥൻ തരൂല എന്നുള്ള ബോധ്യം ആദ്യം നമുക്ക് വേണം. മനസ്സിലാവുണ്ടോ? ആ സംഗതി ഉണ്ടെങ്കിൽ ഈമാൻ റെഡിയാവുക. പിന്നൊരു കാര്യം ഉറപ്പിച്ചോ, ഒരു കുദ്സിയായ ഹദീസ് ഉണ്ട്. കുദ്സിയായ ഹദീസ് എന്ന് പറഞ്ഞാൽ അള്ളാഹ് പറയാണ്, അന ഇൻദ ളന്നി അബ്ദി ബി, എൻ്റെ അടിമ എന്നെക്കുറിച്ച് എന്താണോ മനസ്സിലാക്കിയത് ഞാൻ അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, ഉസ്താദേ എന്താ ഹദീസ് എന്താ? അന ഇൻദ ളന്നി അബ്ദി ബി, എൻ്റെ അടിമ എന്നെക്കുറിച്ച് എന്താണോ ചിന്തിക്കുന്നത് ഞാൻ അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഒരു അടിമ ചിന്തിക്കുകയാണ്, എൻ്റെ റബ്ബൻ്റെ കടം വീട്ടും, അള്ളാഹ് വീട്ടിയിരിക്കും. എൻ്റെ റബ്ബൻ്റെ രോഗം മാറ്റും, അള്ളാഹ് മാറ്റിയിരിക്കും. എൻ്റെ റബ്ബ് എനിക്ക് മക്കളെ തരും, തന്നിരിക്കും. ഉസ്താദ് തള്ളയാണ്, ഞാനൊക്കെ എന്തോരം പ്രാവശ്യം എൻ്റെ റബ്ബിനെ പൊക്കി പറഞ്ഞിട്ടുണ്ട്, മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ട്.
എൻ്റെ റബ്ബ് വീട്ടും എന്നും പറഞ്ഞിങ്ങനെ ഇരുന്നിട്ട് കടം കൂടുതലായിട്ട് റബ്ബ് വീട്ടിയത് കാണുന്നില്ല. എടാ അതിലൊരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? ആ ഹദീസ് ഒന്നും കൂടെ വായിച്ചേ. അന ഇൻദ വന്നി അബ്ദീ ബി, എൻ്റെ അടിമ എന്നെക്കുറിച്ച് എന്താണോ ചിന്തിക്കുന്നത് ഞാൻ അങ്ങനെയാണ്. ആദ്യം ആരാകണം? അള്ളാൻ്റെ അടിമയാകണം. നീ ഇപ്പോൾ ഭർത്താവിൻ്റെ അടിമയാണ്, അല്ലെങ്കിൽ ഭാര്യയുടെ അടിമയാണ്, അല്ലെങ്കിൽ സമ്പത്തിൻ്റെ അടിമയാണ്, അല്ലെങ്കിൽ അസൂയയുടെ അടിമയാണ്, അല്ലെങ്കിൽ കാമത്തിൻ്റെ അടിമയാണ്, അല്ലെങ്കിൽ നിൻ്റെ നെഫ്സിൻ്റെ അടിമയാണ്. അല്ലാണ്ട് മോനെ നീ അള്ളാൻ്റെ അടിമയായിട്ടില്ലടാ, അള്ളാൻ്റെ അടിമയായിട്ടില്ല. അള്ളാൻ്റെ അടിമയായിട്ട് നീ എന്താഗ്രഹിച്ചാലും അള്ളാഹിനെക്കുറിച്ച് നീ എങ്ങനെയാണോ ചിന്തിക്കേണ്ടത് അങ്ങനെ പടച്ചോനാകുമെന്ന് അള്ള പറയുന്നതായി ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ആ അള്ള നിന്നെ ഒറ്റക്കാക്കണം എന്തിനാ? നിന്നെ ഒറ്റക്ക് കിട്ടാനാ? എടാ അള്ളാഹ്ക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. നീ പടച്ചോനെ മറക്കുമ്പോൾ എൻ്റെ കുട്ടി എന്താ എങ്ങനെ നടക്കണേ? അവൻ എൻ്റെ അടിമയല്ലേ? എൻ്റെ അടിമയല്ലേ? അവൻ എൻ്റെ ആളല്ലേ? എനിക്കവനെ തനിച്ച് കിട്ടണം. അപ്പോൾ ഒറ്റയ്ക്ക് നമ്മൾ അള്ളൊരു പരീക്ഷണം തരുമ്പോൾ നമ്മൾ ചിന്തിക്കണം എന്താ? എന്നിട്ട് ഇടങ്ങേറാക്കാണ്, നിസ്കരിക്കാനല്ലടാ, എനിക്ക് ഭയങ്കര ടെൻഷനാണ്. എടാ നിസ്കരിക്കുക. ആ സമയത്ത് നീ നിസ്കരിക്കും മോനെ. നീ ടെൻഷൻ അടിച്ച് ഓടുകയല്ലേ വേണ്ടത്. ആ സമയത്ത് നിസ്കരിക്കണം. ആ സമയത്ത് അല്ലാ എൻ്റെ റബ്ബേ ഞാൻ നിന്നെ മറന്നിട്ടില്ല കേട്ടോ പടച്ചോനെ, എനിക്ക് നീയല്ലാതെ ആരല്ല ഉള്ളത്. പൊട്ടിക്കരഞ്ഞിട്ടൊന്ന് പറഞ്ഞു നോക്ക്. ഇവിടെ അള്ള നിന്നെ ഏറ്റെടുക്കുന്നേ. അള്ള നിന്നെ തനിച്ചാക്കുന്നത് അവന് നിന്നെ തനിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായി? എങ്ങനെ? അള്ള നിന്നെ തനിച്ചാക്കുന്നത്, അള്ള നിന്നെ ഒറ്റക്കാക്കുന്നത് അവന് നിന്നെ തനിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നീ അവൻ്റെ അടുത്തൊന്ന് ഒറ്റയ്ക്ക് നോക്കിയേ, നിനക്കല്ല ഒരുപാട് ആളെ തരും. എടാ നിനക്ക് അള്ള മതി, പിന്നെ ബാക്കിയുള്ളവരെന്തിനാ? അള്ള കൂടെ ഉണ്ടോ എല്ലാവരും നിൻ്റെ കൂടെ വരും. മനസ്സിലാവുണ്ട്? അപ്പോൾ മനസ്സറിഞ്ഞ് യാ അല്ലാഹു യാ റഹ്മാൻ, യാ അല്ലാഹു യാ റഹ്മാൻ, യാ അല്ലാഹു യാ റഹ്മാൻ. ഈ ദിക്ർ 200 തവണ ഇന്ന് ജുമഅക്ക് മുമ്പ് മനസ്സറിഞ്ഞ്, സഹോദരിമാരാണെങ്കിൽ ളുഹറിന് മുമ്പ് മനസ്സറിഞ്ഞ് ചൊല്ലണം. ഇനി അതിന് സമയം കിട്ടാതെ ഇത് കാണുന്ന വീഡിയോ കാണുന്നവർ പിന്നെ വൈകിട്ടാണ് കാണുന്നതെങ്കിൽ അസറിന് ശേഷം മഗ്‌രിബിന് മുമ്പായിട്ടെങ്കിലും ഇത് ചൊല്ലി തീർക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ മറ്റുള്ള ആദാബുകളൊക്കെ പാലിക്കണം കേട്ടോ. കഹ്ഫ് പാരായണം ചെയ്യണം. പ്രത്യേകിച്ച് ഈ വെള്ളിയാഴ്ച ദിവസം നഖം വെട്ടാൻ മറന്നവരുണ്ടെങ്കിൽ നഖം വെട്ടിയാലേ അടുത്തൊരാഴ്ചത്തേക്ക് നിങ്ങൾക്ക് അപകടങ്ങൾ പോലും ഉണ്ടാവില്ല. മലക്ക് കൂടെ ഉണ്ടാവുന്നതാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. പിന്നെ വെള്ളിയാഴ്ച നിങ്ങൾ ദ്വാരക്കുമ്പോൾ ഒരു ദിക്റുണ്ട്. ആ ദിക്ർ 3 തവണ ചേർത്തിട്ട് ദ്വാരുന്നാൽ നിങ്ങളുടെ ഏത് ആഗ്രഹവും അല്ലാഹ് നടത്തിത്തരും, ഏത് പ്രയാസവും അല്ലാഹ് നീക്കിത്തരും. ഏതാണത്? ലാ ഇലാഹ ഇല്ലാ അൻത യാ ഹന്നാനു യാ മന്നാൻ യാ ബദിഅസ് സമാവാതി വൽ അർള് യാ ദൽ ജലാലി വൽ ഇക്റാം. വല്ലാത്തൊരു ദുആയാണ്. ലാ ഇലാഹ ഇല്ലാ അൻത യാ ഹന്നാനു യാ മന്നാൻ. അല്ലാഹുവേ നീയല്ലാതെ ആരാധനക്കർഹനില്ല. യാ ഹന്നാനു യാ മന്നാൻ, അതീവ ദയാലുവും അത്യുദാരനുമായ പടച്ചോനെ. യാ ബദിഅസ് സമാവാത്, ആകാശഭൂമികളെ മനോഹരമായി സൃഷ്ടിച്ച റബ്ബേ. യാദൽ ജലാലി വൽ ഇക്റാം, മഹത്വവും മാന്യതയുമുള്ള തമ്പുരാനെ. അള്ളാഹിൻ്റെ ഇസ്മുകളാണ് മുഴുവനും. ഈ ഇസ്മുകൾ ചൊല്ലിയിട്ട് 3 തവണ ചൊല്ലിയാൽ നിങ്ങളുടെ ദുആയിൽ, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം. എന്നിട്ട് അള്ളാഹിനോട് ചോദിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് എല്ലാം തരും. പിന്നെ അദബുകൾ പാലിക്കുന്ന കൂട്ടത്തിൽപ്പെട്ടതാണ് വെള്ളിയാഴ്ച ദിവസം നല്ല സുഗന്ധമൊക്കെ ഉപയോഗിക്കുക. സുഗന്ധം അത് മലക്കുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ നല്ല കിടിലം ബിരിയാണി വെച്ച് കൊടുക്കുന്ന മണം ഉണ്ടെങ്കിൽ മലക്ക് വരില്ല. മലക്ക് വരണമെങ്കിൽ നല്ല സുഗന്ധം വേണം. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല, ഈ ദുർമന്ത്രവാദികളൊക്കെ പിശാചിനെ പ്രസാദിപ്പിക്കാനായിട്ട് അവിടെ ദുർഗന്ധം ഉണ്ടാക്കും, ഭയങ്കര വൃത്തികെട്ട നാറ്റം. എന്തിനാത്? അവിടെയാണ് ശൈത്വാൻ വരിക. ശൈത്വാൻ ദുർഗന്ധത്തെ ഇഷ്ടപ്പെടുന്നവനാ. എന്നാൽ നല്ല ഗന്ധമാണെങ്കിൽ ഒരു ശൈത്താനോടെ വരില്ല, അവിടെ മലക്കുകൾ വരും. മനസ്സിലായോ? അപ്പോൾ നിസ്കരിക്കുന്ന സമയത്ത് സഹോദരിമാർ ളുഹറൊക്കെ നിസ്കരിക്കുന്ന സമയത്ത്, പുരുഷന്മാർ ജുമാ നിസ്കരിക്കുന്ന സമയത്തൊക്കെ നല്ല സുഗന്ധം പുരട്ടുക. അത് വളരെ നല്ലതാണ്. ഇനി ഏറ്റവും വലിയ സുഗന്ധമാണ് സ്വലാത്തു അലൻ നബി കുല്ല വഖ്തിൻ ദായിമാ ലഹാ നജ്മുൻ ഫിസ്സമാ സയ്യിദി ഖൈറൻ നബി അശ്ശഫാഅത ഹബ് ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫീഖാ വഹ്ലനാ ഇൻ ളാഅ യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്താഹി വൽ ഹബീബിൽ അറബി.
ഉസ്താദ് ഞങ്ങൾക്ക് അങ്ങനെ ഒരുപാട് സ്വലാത്തൊന്നും അറിയാൻ പാടില്ല. ആകെ ഞങ്ങൾ പണ്ട് പഠിച്ച സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്വലാത്ത് അറിയാൻ പാടുള്ളൂ. അത് മതി. കുടുംബത്തിൽ സന്തോഷം, ദുനിയാവിൽ സന്തോഷം, ആഖിറത്തിൽ സന്തോഷം, നമ്മളിൽ നിന്ന് മരിച്ചുപോയ വാപ്പാക്കും ഉമ്മാക്കും വരെ സന്തോഷമാണ് നമ്മൾ ഈ സ്വലാത്ത് ചൊല്ലിയാൽ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം يا حبيبي يا محمد يا عروس الخافقين يا مؤيد يا ممجد يا إمام القبلتين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا ربي صلي وسلم. അപ്പോൾ സ്വലാത്ത് ധാരാളം ചൊല്ലുക. മുത്ത് ഹബീബ് ഇങ്ങനെ നേരിട്ട് കാണുന്ന സദസ്സായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. പ്രത്യേകിച്ച് അസറിന് ശേഷമുള്ള സമയം, വെള്ളിയാഴ്ച വളരെയധികം പ്രാർത്ഥനക്കുത്തരമുള്ള സമയം, നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല. ഒരു കമൻറ്റ് ഇങ്ങനെ ഉണ്ട്, ഉസ്താദേ മൊബൈൽ ഫോണിൽ ഞങ്ങൾക്ക് മെൻസസ് ഉള്ള സമയത്ത് ഖുർആൻ ഓതാൻ പറ്റുമെന്നാണ്. പറ്റില്ല കേട്ടോ. അതായത് ഖുർആൻ മൊബൈൽ ഫോണിൽ നിന്നല്ല, മെൻസ്ട്രൽ പീരീഡിൽ ഖുർആൻ നമ്മൾ വായ കൊണ്ട് ഓതൽ ഹറാമാണ്. മനസ്സിലായോ? ആ സമയത്ത് ഖുർആൻ പോലും ഓതണ്ട മക്കൾ, നിങ്ങൾ എന്തിനാണ് കഷ്ടപ്പെടണേ? ഖുർആനായിട്ട് പക്ഷേ ബന്ധം വേണം. ഖുർആൻ കേൾക്കാം, ഖുർആൻ ഹൃദയത്തിൽ കൽബ് കൊണ്ട് ഓതാം. ഒരാൾ ഭർത്താവ് ഖുർആൻ തുറന്നു പിടിച്ചാൽ ഖുർആനിലേക്ക് നോക്കാം, ഒരു കുഴപ്പമില്ല. ഓതൽ ആ സമയത്ത് നിഷിദ്ധമാണ്. അത് ഫോണിൽ നോക്കി ഓതിയാലും കാണാതെ ഹിഫ്ളായത് ഓതിയാലും ഒക്കെ നിഷിദ്ധം തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കണം എന്ന് ഉണർത്തട്ടെ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ശഅബാൻ മുതലാക്കണം, ഇന്നത്തെ വെള്ളിയാഴ്ച മുതലാക്കണം. നമുക്ക് റമദാൻ അങ്ങ് അടിപൊളിയായി സ്വീകരിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ കഴിയുന്നവരൊക്കെ നമ്മൾ 2 പാവപ്പെട്ട മനുഷ്യന്മാരുടെ, ഒരു പാവം പെൺകുട്ടിയുടെയും ഒരു ഉസ്താദിൻ്റെയും കാര്യമാണ് ഏറ്റെടുത്തിട്ടുള്ളത്. കഴിയുന്നവരൊക്കെ ഒരു 313 രൂപ വെച്ച് നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക് ഹദിയ ചെയ്യുക. വെള്ളിയാഴ്ച ദിവസമല്ലേ പടച്ചവൻ്റെ കാരുണ്യം കിട്ടാനായിട്ട് ആ നെയ്യത്തിലങ്ങ് ഹദിയ ചെയ്യുന്നേ. അള്ളാഹ് എല്ലാം തരുന്നവനല്ലേ. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇന്നലെ നമ്മൾ ചോദിച്ച ചോദ്യം എന്താ? പരിശുദ്ധ റമദാനിലെ ഏറ്റവും വലിയ മഹത്വം എന്താണെന്നാണ്. എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഷഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. പരിശുദ്ധ റമദാനിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഖുർആൻ ഇറങ്ങിയത് തന്നെയാണ്. ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഖുർആനിൻ്റെ വെളിച്ചം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ചോദ്യം, അല്ലാഹു റബ്ബുൽ ആലമീൻ ആദ്യമായിട്ട് പടച്ചത് എന്താണ്? അഖ്ബിർനി അൻ അവ്വലി ഷൈഇൻ ഖലഖഹു അല്ലാഹു തആല. നബിയെ യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു ആദ്യമായിട്ട് പടച്ചത് എന്താ നബിയെ? ജാബിർ റളിയല്ലാഹുവിൻ്റെ ചോദ്യമാണ്. മുത്തനബിയുടെ മറുപടി എന്താണ് അള്ളാഹ് ആദ്യമായിട്ട് പടച്ചത്? കമൻറ്റ് ചെയ്യട്ടോ. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. 11,000 രൂപ അള്ളാഹു അർഹരിലേക്ക് എത്തിക്കട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിhi عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. أرحم الراحمين ربي ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. ഇതിൻ്റെ മിസ്ല സവാബ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാ. മുഴുവൻ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സന്താനങ്ങൾ, സഹോദരങ്ങൾ, ഇണകൾ എല്ലാവരുടെയും, പ്രത്യേകിച്ച് സ്വബാഹുൽ ഖൈർ കുടുംബങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയവരുടെ ഖബറിടങ്ങളിലേക്ക് നീ എത്തിക്കണേ അല്ലാ. അവരുടെ ഖബറിൽ എന്ത് പ്രയാസമുണ്ടെങ്കിലും ദൂരീകരിക്കണേ അല്ലാ. ആരംഭപ്പൂവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനോട്ടമുള്ള സദസ്സാക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന
ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളടക്കം ഞങ്ങൾക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നിൻ്റെ ത്വാഅത്തിൽ നൽകണേ അല്ലാ. ഞങ്ങളാരെയും നീ പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ലാ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ യതീമുകളാക്കല്ലേ അല്ലാ. കുഞ്ഞുമക്കളെ പെട്ടെന്ന് വിളിക്കല്ലേ അല്ലാ. യാ റബ്ബന, ഒരുപാട് അസുഖബാധിതർ ഞങ്ങൾക്കിടയിലുണ്ട്, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരിലുണ്ട്. എല്ലാവർക്കും പരിപൂർണ്ണ ശിഫാ നൽകണേ അല്ലാ. പരീക്ഷ എഴുതുന്ന മക്കൾക്ക് യാ റബ്ബന, അതിനുവേണ്ടി ഒരുങ്ങുന്ന മക്കൾക്ക് നീ ഉന്നത വിജയവും ഓർമ്മശക്തിയും നൽകണേ അല്ലാ. ഞങ്ങളുടെ പൊന്നുമക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. യാ അല്ലാഹു യാ റഹ്മാൻ, യാ അല്ലാഹു യാ റഹ്മാൻ, യാ അല്ലാഹു യാ റഹ്മാൻ. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ നൽകണേ അല്ലാ. പഠിച്ചവനെ, കടങ്ങളെല്ലാം ഏറ്റെടുക്കണേ അല്ലാ. തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. കടക്കാരനായി മരിപ്പിക്കല്ലേ അല്ലാ. വീടില്ലാത്ത ഒരുപാട് സഹോദരങ്ങളുണ്ട്. ഖൈറായ ഭവനം നീ നൽകണേ അല്ലാ. നിന്നെക്കുറിച്ച് നല്ല ചിന്ത മാത്രം ഞങ്ങളുടെ ഖൽബിൽ തന്നനുഗ്രഹിക്കണേ അല്ലാ. നിൻ്റെ അനുഗ്രഹങ്ങൾ തിരിച്ചറിയാൻ തൗഫീഖ് നൽകണേ അല്ലാ. നിന്നെ മറക്കാത്ത ഐശ്വര്യം നിലനിർത്തണേ അല്ലാ. ദാരിദ്ര്യത്തിലേക്ക് വലിച്ചെറിയല്ല തമ്പുരാനെ. പഠിച്ചവനെ, കുടിവെള്ളം ലഭ്യമല്ലാത്തതിൻ്റെ പേരിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത സഹോദരിയുണ്ട്. അവർക്ക് നീ ഖൈറായ വെള്ളം നൽകണേ അല്ലാ. ഒരുപാട് ആളുകൾ അങ്ങനെ വെള്ളവുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. എല്ലാവർക്കും സലാമത്ത് നൽകണേ അല്ലാ. ജോലി സംബന്ധമായ പ്രയാസങ്ങൾ പറഞ്ഞവരുണ്ട്, എളുപ്പമാക്കണേ അല്ലാ. അങ്ങനെ തുടങ്ങി ആരെല്ലാം ഈ സദസ്സിൽ എന്തെല്ലാം ദുആ വസിയ്യത്തുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടോ, ഈ സദസ്സ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഒരു ലൈക്ക് കൊണ്ടെങ്കിലും ഈ മജ്ലിസിനെ ചേർത്ത് പിടിക്കുന്നവർ, അവരെ നീ ചേർത്ത് പിടിക്കണേ അല്ലാ. മുറാദുകളെല്ലാം ഹാസുലാക്കണേ അല്ലാ. പരിശുദ്ധ ഹജ്ജ് മെമ്പറയും ചെയ്യാതെ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ആരംഭപ്പൂവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യം കൊണ്ട് സ്വബാഹുൽ ഖൈർ കുടുംബത്തെ തന്നെ നീ ഒരുമിപ്പിക്കണേ അല്ലാ. آمين برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. والسلام عليكم ورحمة الله وبركاته.